ഈ നെക്ലസ് അലമാരി കൊണ്ട് വെക്കാം. എന്താ പറ്റിയേ? എന്താടി? ഇഡ്ഡലി കൊള്ളാ, ചട്നി നന്നായില്ല, അതുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി. പൂജ, ഓഹോ, അതുകൊണ്ടല്ലേ. ചട്നിക്ക് ഇത്തിരി എരിവും കൂടി ഉണ്ടെങ്കിൽ അവക്ക് സന്തോഷായേനെ. അതുകൊണ്ടല്ലേ. നിർത്ത്. അവളുടെ പ്രശ്നം ഇഡലിയെ കുറിച്ചോ ചമ്മന്തിയെ കുറിച്ചോ ഒന്നുമല്ല. പ്രശ്നം മോളിലല്ലേ. ഞാൻ പറയട്ടെ മോളെ, പറയട്ടെ. ഇവള് മോളില് TV കണ്ടോണ്ടിരുന്നപ്പോ കറണ്ട് പോയി. ഇത്രയും സൗകര്യമുള്ള വീട്ടിൽ ഒരു ജനറേറ്റർ വാങ്ങിച്ചൂടെ എന്നുള്ളതാ ഇവളുടെ പ്രശ്നം, അല്ലേ മോളെ? അതാ ഞാൻ കഴിച്ചതാ. ഓ, തലവേദന. എന്താ മോളെ കരയുന്നേ? ചെവിവേദനയായിരിക്കും. ആണോ മോളെ? നെഞ്ചുവേദനയും കൂടി ഉണ്ടേ, ഇല്ലേ? കാര്യം പറ മോളെ. ഞാൻ പറയാം. അപ്പൊ അർത്തു പറഞ്ഞ പൂജ കാണാൻ ഭംഗിയില്ലെന്ന്. പൂജയെ കാണാൻ ഭംഗിയില്ലാന്നോ? Why and talk to him. Don't worry brother, I will handle the matter. ഈ പ്ലേറ്റ് ഒന്ന് പിടിച്ചേ. പൂജയ്ക്ക് എന്താ ഭംഗിയില്ലെന്നോ? നീ ഏത് കണ്ണി കൂടെ നോക്കണേ? പുറകെ കൂടെ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇത് പറയാൻ? താഴേക്ക് വാ. എന്തു പറഞ്ഞു? നമ്മുടെ ഡിമാൻഡ്സ് എന്താണെന്ന് അവനോടൊന്ന് പറ. പൂജയോട് സോറി പറയാൻ പറ. Say sorry to Pooja. എന്താ നിന്റെ പ്രോബ്ലം? ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്റെ മോളെ കാണാൻ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സ് വേദനിക്കില്ലേ? വേദനിക്കില്ലേ? നീ മിണ്ടാതിരിക്കും. സോറി പറയണം മോനെ. ചേട്ടാ, ഈ കാര്യത്തിൽ അനീതി കാണിച്ച് ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. മിണ്ടാണ്ടിരിക്കണമെന്നാണ് ചേട്ടാ പറയുന്നത്. നിർത്താൻ. എന്തിനാ ബഹളം ഉണ്ടാക്കണേ? അവന്റെ അഭിപ്രായത്തിലേ പെണ്ണുങ്ങളുടെ മനസ്സിലാണ് സൗന്ദര്യം വേണ്ടെന്നാ അതാ അവൻ ഉദ്ദേശിച്ചത്. അതെ, ഞാൻ പറഞ്ഞു വരുന്നതേ, ഈ പ്രശ്നം പൂജയുടെ മാത്രമല്ല നിങ്ങളെയൊക്കെ ബാധിക്കുന്നതാ. ഈ പ്രശ്നത്തിന് പരിഹാരം പയ്യനായ പാർത്ഥുവിനോ ബുദ്ധിമാനായ എനിക്കോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഞാനത് ദൈവത്തിന് വിടുക. എങ്ങനെ? ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ 3 വരെ എണ്ണും. അതിനുള്ളിൽ മഴ പെയ്താ ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം സുന്ദരികളാണെന്ന് അർത്ഥം. പെയ്തില്ലെങ്കിലോ? ഇത് അന്യായവാ. എന്തന്യായം? സമ്മതിക്കത്തില്ല. എന്തുകൊണ്ട്? മഴ എപ്പോഴെങ്കിലും ആകാശത്ത് നിന്ന് വരുന്നതാ. 3 എണ്ണം എങ്ങനെ വരാൻ? അതിനു വേണ്ടി 3 ലക്ഷം വരെ എണ്ണാൻ പറ്റുമോ? അതിനൊക്കെ വേറെ ആളെ കണ്ടുപിടിക്കാൻ നോക്ക്. അത്രയൊന്നും എണ്ണ എന്നെ കിട്ടൂല. 1 2